ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ചെയ്യുന്ന പണിയാണ്. എന്നാലും അതിലും കുറച്ച് വ്യത്യസ്തതകളൊക്കെ വരുമായിരിക്കുമല്ലോ. എന്നാൽ പിന്നെ അതൊന്നറിയാനും, പിന്നെ ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തേക്കാവോ. പിന്നെ പോയിട്ട് ലൈക്കും കമൻറ്റും ഷെയറും മറക്കണ്ട. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ബൗളിലേക്കുണ്ടല്ലോ കുറച്ച് അരിപ്പൊടി, അതായത് 1 കപ്പ് അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് നമ്മുടെ ആട്ട എടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തോളുക. ഇനി ഇത്തിരി കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളുക. അതിൻ്റെ കട്ടകളെല്ലാം ഒക്കെ ഒന്ന് ഉടച്ചു മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളുക. അപ്പോൾ സംഭവം മനസ്സിലായോ? എങ്കിൽ പിന്നെ പറയാം കേട്ടോ. കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, നല്ലൊരു അടയങ്ങ് ചുട്ടെടുക്കാം. അത് നമ്മുടെ തവയിലോ അല്ലെങ്കിൽ ദോശക്കല്ലിലോ വെച്ച് ചുട്ടെടുക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ തേങ്ങ എത്ര വേണേലും എടുക്കാം, ഇഷ്ടമുള്ള പോലെ തന്നെ. പിന്നെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി വേറെ ഒന്നും വേണ്ട. അതിൻ്റെ അകത്തോട്ട് ഏലക്കായോ ജീരകമോ ഒന്നും ചേർക്കണ്ട. കാരണം അത് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഏലക്കായും ജീരകവും കൊണ്ടുപോകും. അപ്പോൾ അതില്ലാതെ നമുക്കൊന്ന് ചുട്ടെടുത്ത് നോക്കാം കേട്ടോ, മിക്സ് ചെയ്തിട്ട്. നമ്മുടെ തവ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുത്തോളുക. ഒരുപാട് പരത്തി കൊടുക്കണ്ട. അപ്പോൾ അതിൻ്റെ ഒന്ന് ഏകദേശം ഒരു സൈഡ് തന്നെ ഒന്ന് വെന്ത് വന്ന സമയത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടെയുള്ള മിക്സ് ഒന്ന് വെച്ച് കൊടുത്തോളാം. എന്നിട്ട് ഇനി ജസ്റ്റ് ഒരു സൈഡ് നമുക്കൊന്ന് മടക്കി കൊടുക്കാം, നന്നായിട്ടൊന്ന് മടക്കി കൊടുത്തോളുക. അപ്പോൾ തവയിലാകുമ്പം ഇത്തിരി എണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുക്കേണ്ട വരും കേട്ടോ. പിന്നെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അകം നമ്മുടെ കുറച്ചുകൂടെ വെന്ത് വരാനുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ട് കൊടുത്തോളുക. അപ്പോഴത്തേക്കും എന്താ നമ്മുടെ അടയുടെ കല്ലിൽ ചുട്ടെടുത്ത അടയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഓരോന്നും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് വിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തു. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ 4 മണിക്ക് ഇത്ര കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെയും കഴിക്കാം. എപ്പോൾ വേണേലും കഴിക്കാം. ചുമ്മാ ഇരുന്ന് കഴിക്കണം എന്ന് വെച്ചാൽ അങ്ങനെയും ആവാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് കാണുന്നതിനും വരെ ടാറ്റാ.